ഹായ് എരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻവയൺമെൻറ്റൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയുടെ മോഡ്യൂൾ 6 പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1-ൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ കൺട്രോളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എയർ പൊല്യൂഷൻ കൺട്രോളിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, എയർ പൊല്യൂഷൻ കൺട്രോൾ. It consists of techniques employed to reduce or eliminate the emission into the atmosphere of substances that can harm the environment or human health. The primary focus of air pollution regulation in the industrialized countries has been on protecting ambient or outdoor air quality. The best way to protect air quality is to reduce the emission of pollutants by changing to cleaner fuels and processes. The pollutants must be collected or trapped by appropriate air cleaning devices as they are generated and before they can escape into the atmosphere. നമ്മൾ എയർ പൊല്യൂഷൻ യൂസ് ചെയ്യുന്ന മെയിൻ ടെക്നിക്സ് എന്ന് പറയുന്നത്, നമ്മൾ പല ഇൻഡസ്ട്രീസിൽ വരുന്ന എക്സോസ്റ്റ് ഗ്യാസസിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനകത്ത് വരുന്ന പൊല്യൂട്ടൻസിനെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഹാംഫുൾ മാറ്ററിനെ നമ്മൾ കളക്ട് ചെയ്യും, എന്നിട്ട് ട്രാപ്പ് ചെയ്യും ബൈ അപ്രോപ്രിയേറ്റ് എയർ ക്ലീനിങ് ഡിവൈസസ്. ഓക്കെ, അപ്പം എയർ പൊല്യൂഷൻ്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ എയർ പൊല്യൂട്ടൻസിൻ്റെ ഒരു മേജർ പാർട്ടാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എയർബോൺ പാർട്ടിക്കിൾസ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം എ പൊല്യൂട്ടഡ് എയർ സ്ട്രീം ബൈ എ വെറൈറ്റി ഓഫ് physical processes. The common types of equipment for collecting fine particulates include cyclones, scrubbers, electrostatic precipitators, and baghouse filters. Once collected, particulates stick to each other, forming larger particles that can be readily be removed from the equipment and disposed of, usually in a landfill. അപ്പോൾ നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എക്വിപ്മെൻറ്റ്സ് ആണ് സൈക്ലോൺസ്, സ്ക്രബ്ബേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് ആൻഡ് ബാഗ് ഹൗസ് ഫിൽറ്റേഴ്സ്. അപ്പം പർട്ടിക്കുലേറ്റ്സ് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇറ്റ് വിൽ ബി ഡിസ്പോസ്ഡ് ഓഫ് യൂഷ്വലി ഇൻ എ ലാൻഡ് ഫിൽ. ഇനി നമ്മൾ ഓരോ ടെക്നിക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്ലോൺ ആണ്. A cyclone removes particulates by causing the dirty air stream to flow in a spiral path inside a cylindrical chamber. Dirty air enters the chamber from a tangential direction at the outer wall of the device, forming a vortex as it swirls within the chamber. The larger particulates, because of their greater inertia, move outward and are forced against the chamber wall. Slowed by friction with the wall surface, they then slide down the wall into the conical dust hopper at the bottom of the cyclone. അപ്പോൾ നമുക്കിതൊരു ഫിഗർ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ്, the cleaned air swirls upward in a narrower spiral through an inner cylinder and emerges from an outlet at the top. Accumulated dust is periodically removed from the hopper for disposal. Cyclones are best at removing relatively coarse particulates. By themselves, however, cyclones are not sufficient to meet the stringent air quality standards. They are typically used as spray cleaners and are followed by more efficient air cleaning equipment such as electrostatic precipitators and bag house. അപ്പം നമ്മൾ സൈക്ലോണിക് പ്രസിപ്പിറ്റേറ്റേഴ്സിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസസിൽ വരുന്ന കോഴ്സ് ആയിട്ടുള്ള പർട്ടിക്കുലർ മാറ്റർ, അതായത് പർട്ടിക്കുലേറ്റ് മാറ്ററിനകത്ത് തന്നെ പല ടൈപ്പ് സൈസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും സൈസ് കൂടിയ കോഴ്സ് ആയിട്ടുള്ള പർട്ടിക്കുലേറ്റ് മാറ്ററിനെയാണ് നമ്മുടെ സൈക്ലോൺസ് ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫിഗറിൽ നിന്ന് കാണാം, ഇതെന്ന് പറയുന്നത് ഒരു കോണിക്കൽ ഹോപ്പറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡസ്റ്റി എയർ ഇൻലെറ്റ് ഇതാണ് നമ്മുടെ എയർ ഇൻലെറ്റ്. ഇതിലെ കൂടെയാണ് ഗ്യാസസിന് നമ്മൾ ഫസ്റ്റ് കടത്തിവിടുന്നത്. അപ്പോൾ ഇൻലെറ്റിൽ കൂടെ എന്ത് ചെയ്യും, ഈ ഗ്യാസസ് ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു സർക്കുലർ മോഷനിൽ പാസ് ചെയ്യും. സർക്കുലർ മോഷനിൽ പാസ് ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും, കോഴ്സറായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഈ സിലിണ്ടറിൻ്റെ വാൾസിൽ ഹിറ്റ് ചെയ്യും. നമ്മുടെ ഒരു സെൻട്രി ഫ്യൂഗൽ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, കോഴ്സൽ മെറ്റീരിയൽസ് ആ സർക്കുലർ മോഷൻ കാരണം എന്ത് ചെയ്യും, സെപ്പറേറ്റായി ഈ സിലിണ്ടറിൽ വന്ന് ഹിറ്റ് ചെയ്യും. സർഫസ് ഹിറ്റ് ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോകും, ഈ ഹോപ്പറിലോട്ട് പോകും. ഹോപ്പറിൽ വന്നിട്ട് നമുക്കിവിടെ ഇവിടെ നമുക്ക് കളക്ട് ചെയ്യും, ബാരൽസിൽ നമ്മൾ കളക്ട് ചെയ്യും ഡസ്റ്റ് ഔട്ട്ലെറ്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള എയർ എന്ത് ചെയ്യും, മേളിൽ കൂടെ ഉള്ള പൈപ്പിൽ കൂടെ എന്ത് ചെയ്യും, പാസ് ചെയ്ത്
പോകും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവണമെന്നില്ല, പക്ഷേ ഫൈനറായിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ അവിടെ തന്നെ കാണും. നമുക്ക് കോഴ്സ് ആയിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ മാത്രമേ നമുക്ക് ഇതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സൈക്ലോൺ എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും വേറെ പൊല്യൂഷൻ കൺട്രോൾ ഡിവൈസസുമായിട്ട് കോമ്പിനേഷനായിട്ടാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രബ്ബേഴ്സാണ്. Devices called wet scrubbers trap suspended particles by direct contact with the spray of water or other liquid. In effect, a scrubber washes the particulates out of the dirty airstream as they collide with and are entrained by the countless tiny droplets in the spray. In a spray tower scrubber, an upward flowing airstream is washed by water sprayed downwards from a series of nozzles. The water is recirculated after it is sufficiently cleaned to prevent clogging of the nozzles. അപ്പോൾ നമ്മുടെ സ്ക്രബ്ബേഴ്സ് എന്ന് പറയുന്നത് ഒരു ഡിവൈസാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പാത്തിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്യും. ഓക്കെ, ആ എയർ സ്ട്രീമിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ സ്പ്രേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പാർട്ടിക്കുലേറ്റ്സ് ആർ എൻട്രെയിൻഡ് ബൈ ദി കൗണ്ട്ലെസ് ടൈനി ഡ്രോപ്ലെറ്റ്സ് ഇൻ ദി സ്പ്രേ. അതായത് ആ നമ്മുടെ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ത് ചെയ്യും, നമ്മുടെ ടൈനി ഡ്രോപ്ലെറ്റ്സ് ക്യാച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ പല രീതിയിൽ നമുക്ക് ആ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് രീതിയാണ് സ്പ്രേ ടവർ സ്ക്രബ്ബർ എന്ന് പറയുന്നത്. സ്പ്രേ ടവർ സ്ക്രബ്ബറിൽ എന്ത് ചെയ്യും, ഒരു അപ്വേർഡ് ഫ്ലോയിങ് എയർ സ്ട്രീം ഉണ്ട്. അപ്വേർഡ് ഫ്ലോയിങ് എയർ സ്ട്രീമിൽ എന്ത് ചെയ്യും, വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്യും. വാട്ടർ സ്പ്രേ ഡൗൺവേർഡ്, സോ ദാറ്റ് വാട്ടർ അപ്വേർഡ് പോകുന്ന എയർ സ്ട്രീമിൽ നിന്ന് ഡൗൺവേർഡ് വരുന്ന വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യും, അതിനകത്തുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിൽ ക്യാച്ച് ചെയ്യും. നമുക്ക് ആ ഒരു വാട്ടർ സ്പ്രേ ടവർ സ്ക്രബ്ബറിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഡിവൈസിൻ്റെ ബോട്ടത്തിൽ കൂടെയാണ് എന്ത് നമ്മൾ വേസ്റ്റ് ഗ്യാസ് പാസ് ചെയ്യുന്നത്. വേസ്റ്റ് ഗ്യാസ് ബോട്ടത്തിൽ കൂടെ പാസ് ചെയ്ത് മേലോട്ട് പോകുന്ന പാത്തിൽ എന്ത് ചെയ്യും, ഇഷ്ടം പോലെ വാട്ടർ ജെറ്റ്സ് ഉണ്ട് ഇവിടെ. കണ്ട, വാട്ടർ ജെറ്റ്സ് ഇവിടെ പ്രസൻ്റാണ്. ആ വാട്ടർ ജെറ്റ്സ് വഴി എന്ത് ചെയ്യും, വേസ്റ്റ് ഗ്യാസസിലുള്ള ഒരു പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ട്രാപ്പ് ചെയ്യും. നമ്മുടെ ഡിവൈസിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വരുമ്പോഴേക്കും നമുക്ക് ക്ലീൻ ഗ്യാസ് കിട്ടും, വിച്ച് ഇസ് ഫ്രീ ഫ്രം പാർട്ടിക്കുലേറ്റ് മാറ്റർ. Next type of scrubber is venturi scrubbers. They achieve a high relative velocities by injecting water into the throat of a venturi channel, a constriction in the flow path through which the particulate-laden air is passing at high speed. അപ്പോൾ വെഞ്ചുറി സ്ക്രബ്ബേഴ്സ് എന്ന് പറയുന്നത് അതിനൊരു ഭയങ്കര നാരോ ത്രോട്ടുണ്ട്. ത്രോട്ടിൻ്റെ സൈഡിൽ കൂടെ എന്ത് ചെയ്യും, വാട്ടർ ഇഞ്ചെക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ആ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ മേളിൽ കൂടെ സ്പ്രേ ചെയ്യുമ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ റിമൂവ് ചെയ്യും. പക്ഷേ വെഞ്ചുറി സ്ക്രബ്ബറിൽ നമുക്ക് കുറച്ചുകൂടെ ഹയർ എഫിഷ്യൻസി കിട്ടും. നെക്സ്റ്റ് ഈസ് orifice scrubbers and vent impingement scrubbers. In orifice scrubbers and vent impingement scrubbers, the air and droplet mixture collides with the solid surface. Collision with the surface atomizes the droplets, reducing the droplet size and thereby increasing the total surface contact area. Orifice and vent impingement scrubbers എന്ത് ചെയ്യും, ഒരു സെപ്പറേറ്റ് ദി എയർ ഡ്രോപ്ലെറ്റ് മിക്സ്ചർ കൊളൈഡ് വിത്ത് എ സോളിഡ് സർഫസ് കൊളൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഡ്രോപ്ലെറ്റ് സൈസ് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഡ്രോപ്ലെറ്റ് സൈസ് റെഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് അവിടെ പ്രത്യേകത വരുന്നത്, നമുക്ക് കുറച്ചുകൂടെ ഫൈനായിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ ക്യാച്ച് ചെയ്യാൻ പറ്റും. അതാണ് orifice സ്ക്രബ്ബറും വെൻറ്റ് ഇംപിഞ്ച്മെൻറ്റ് സ്ക്രബ്ബറും. ഇതെന്ന് പറയുന്നത് ഒരു വെഞ്ചുറി സ്ക്രബ്ബറുടെ ഒരു എക്സാമ്പിളാണ്, ഒരു ഫിഗറാണ്. അപ്പോൾ നമുക്ക് കാണാം ആ സ്ക്രബ്ബർ ഡിവൈസ് എന്ന് പറയുന്നത് ഒരു ഡയമീറ്റർ കൂടിയ ഇൻലെറ്റാണ് വരുന്നത്. ഇതാണ് ഇൻലെറ്റ്. ഇതെന്ന് പറയുന്നത് ത്രോട്ടാണ്. ഇവിടെ എന്ന് പറയുന്നത് ഡയമീറ്റർ കുറവാണ്. പിന്നെ അതുപോലെ ഔട്ട്ലെറ്റിൻ്റെ ഭാഗത്ത് ഡയമീറ്റർ കൂടുതലാണ്, ഔട്ട്ലെറ്റിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ സ്പ്രേ ചെയ്യും. ഇൻലെറ്റിൻ്റെ അവിടെ എഫിഷ്യൻസി കൂടുതലായിരിക്കും. ഇൻലെറ്റിൻ്റെ അവിടെ വെച്ചായിരിക്കും പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ക്യാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതതിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ഡയഗ്രമാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസസ് കൊടുക്കും, അതിൻ്റെ ബോട്ടം ഭാഗത്ത് നമുക്ക് ക്ലീൻ എയർ നമുക്ക് കിട്ടും, വിച്ച് ഇസ് ഫ്രീ ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. അപ്പോൾ ഇത് നമ്മുടെ സൈക്ലോണിക് സ്ക്രബ്ബേഴ്സ്, ഇതിന് സൈക്ലോൺസിനേക്കാളും കൂടുതൽ എഫിഷ്യൻ്റാണ് വെഞ്ചുറി സ്ക്രബ്ബർ. ഇതെന്ന് പറയുന്നത് ഇംപിഞ്ച്മെൻറ്റ് പ്ലേറ്റ് സ്ക്രബ്ബറിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേർട്ടി ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ ബോട്ടം പാർട്ടിൽ കൂടെ നമ്മൾ കടത്തിവിടും. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ കുറേ ഇംപിഞ്ച്മെൻറ്റ് പ്ലേറ്റ്സ് ഉണ്ട്. ഓക്കെ, കുറേ പ്ലേറ്റ്സ് കാണാം, കണ്ടോ, പ്ലേറ്റ്സ് ഉണ്ട്. പ്ലേറ്റ്സിൻ്റെ മേളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ കടത്തിവിടും. അപ്പോൾ ഈ ഒരു ഫിനോമിനൻ കാരണം നമ്മൾ ഡ്രോപ്ലെറ്റ് സൈസ് റെഡ്യൂസ് ചെയ്യും.
ഡ്രോപ്ലെറ്റ് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് എന്താ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ ഫൈനായിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഡയഗ്രാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ പ്ലേറ്റിൻ്റെ ഡിസൈനാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ പ്ലേറ്റിനകത്ത് ചെറിയ ഓറിഫിസ് ഇല്ലെങ്കിൽ ചെറിയ ഹോൾസ് ഉണ്ട്. ഓക്കെ, ആ പ്ലേറ്റിന് പറയുന്നതാണ് ഇംപിഞ്ച്മെൻറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടത്തിൽ കൂടി ഡേർട്ടി ഗ്യാസ് കടത്തിവിടും, മേളിലെത്തുമ്പോഴേക്ക് നമുക്ക് ഗ്യാസ് ക്ലീൻ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഗ് ഹൗസ് ഫിൽറ്റേഴ്സാണ്. ഓക്കെ, നമ്മൾ ആദ്യം ഏതാണ് പഠിച്ചത്? സൈക്ലോൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, പിന്നെ നമ്മൾ സ്ക്രബ്ബേഴ്സ് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാഗ് ഹൗസ് ഫിൽറ്റേഴ്സാണ്. വൺ ഓഫ് ദി മോസ്റ്റ് എഫിഷ്യൻറ്റ് ഡിവൈസസ് ഫോർ റിമൂവിങ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഇസ് ആൻ അസംബ്ലി ഓഫ് ഫാബ്രിക് ഫിൽറ്റർ ബാഗ്സ് commonly called as a bag house. A typical bag house comprises of an array of long, narrow bags, each of 25 centimeter or 10 inches in diameter, that are suspended upside down in a large enclosure. Dust-laden air is blown upward through the bottom of the enclosure by fans. Particulates are trapped inside the filter bags while the clean air passes through the fabric and exit at the top of the bag house. ഒരു ബാഗ് ഹൗസിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്യൂം ക്ലീനറാണ്. അപ്പോൾ വാക്യൂം ക്ലീനർ നമ്മൾ അത് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ക്ലോത്ത് ഫിൽറ്ററിൻ്റെ അകത്താണ് നമ്മുടെ മാറ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡേർട്ട് എന്ന് പറയുന്നത് ട്രാപ്പ് ആയിരിക്കുന്നത്. സെയിം പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരു ബാഗ് ഹൗസ് ഫിൽറ്ററിൽ. പക്ഷേ ദർ ഇസ് എ സീരീസ് ഓഫ് ഫിൽറ്റർ ബാഗ്സ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഫാബ്രിക് ഫിൽറ്റർ ബാഗ് ഹൗസിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ അറിയാം, കണ്ട ഡസ്റ്റ് എയർ ഇൻലെറ്റ് ഇവിടെ കൊടുക്കുന്നു. ഇൻലെറ്റ് ഇതിലേ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേ കൂടെ എന്ത് ചെയ്യും? നമ്മുടെ വേസ്റ്റ് ഗ്യാസ് ഫ്ലൂ ഗ്യാസ് പാസ് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് പാസ് ത്രൂ എ നമ്പർ ഓഫ് ഫിൽറ്റർ ബാഗ്സ്. ആ ഫിൽറ്റർ ബാഗിൻ്റെ എൻലാർജ്ഡ് ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഫിൽറ്റർ ബാഗിൽ കൂടെ പോയി എന്ത് ചെയ്യും? ആ ഫിൽറ്റർ ബാഗിനകത്ത് നമ്മുടെ പാർട്ടിക്കുലേറ്റ് മാറ്റർ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് പിന്നെ ട്രാപ്പ് ചെയ്ത് വെളിയിൽ പോകുന്ന ക്ലീൻ എയർ കാണിച്ചിരിക്കുന്നത്. ഫൈനൽ ക്ലീൻ എയർ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിൽ കൂടെ നമുക്ക് പുറത്ത് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സ് ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക് precipitation is a commonly used method for removing fine particulates from air streams. In an electrostatic precipitator, particles suspended in the air stream are given an electric charge as they enter the unit and are then removed by the influence of an electric field. The precipitation unit comprises of baffles for distributing airflow, discharge and collection electrodes, a dust cleanout system, and collection hoppers. A high voltage of direct currents as much as 100,000 volts is applied to the discharge electrodes to charge the particles, which is then attracted to the opposite charge collection electrodes on which they become trapped. ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വേസ്റ്റ് ഗ്യാസിൽ ഫ്ലൂ ഗ്യാസിൽ വരുന്ന പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും? ഹൈ കറണ്ട് ഇലക്ട്രോഡ്സ് വെച്ച് ചാർജ് ചെയ്യും. ചാർജ് ചെയ്തതിന് ശേഷം എന്താ കുറച്ച് മൂവ് ചെയ്യുമ്പോഴേക്കും വേറെ കളക്ഷൻ ഇലക്ട്രോഡ്സ് ആണ്. കളക്ഷൻ ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും? ഈ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ അട്രാക്റ്റ് ചെയ്യും. അതോടെ എന്താ നമ്മുടെ ഫ്ലൂ ഗ്യാസ് അല്ലെങ്കിൽ വേസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത് ക്ലീൻ ആകും. ഇതെന്ന് പറയുന്ന ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്ററിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, നമ്മൾ ഡസ്റ്റി എയർ വരുന്ന ഇൻലെറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, ഈ അബ്സോർബ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം ഇത് കുറേ ഇലക്ട്രോഡ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുമ്പം ഇതിലേക്കൂടെ എന്ത് ചെയ്യും? ഡസ്റ്റിനെ ട്രാപ്പ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് ക്ലീൻ എയർ കിട്ടും. അപ്പോൾ ഇലക്ട്രോഡ്സ് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോഡ്സ് വെച്ച് എന്ത് ചെയ്യും? നമ്മുടെ എയറിലുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ ചാർജായി എന്ത് ചെയ്യും? കളക്ടർ ഇലക്ട്രോഡ്സിൽ വന്ന് അത് ട്രാപ്പ് ചെയ്യും. ഓക്കെ, ട്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലീൻ എയർ കിട്ടുകയാണ് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ. ഇത് ഇലക്ട്രോഡിൻ്റെ ഒരു എൻലാർജ് ഡയഗ്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കൺട്രോൾ ഓഫ് പാർട്ടിക്കുലേറ്റ് മാറ്റർ ആയിരുന്നു. അപ്പം പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ നമ്മൾ ഏതൊക്കെ ഡിവൈസസ് വെച്ചാണ് നമ്മൾ റിമൂവ് ചെയ്തത്? ഫസ്റ്റ് എന്ന് പറയുന്നത് സൈക്ലോൺസ് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്തു. സ്ക്രബ്ബേഴ്സിനകത്ത് പല ടൈപ്പ് സ്ക്രബ്ബേഴ്സ് ഉണ്ട്. സ്പ്രേ ടവർ സ്ക്രബ്ബറുണ്ട്, വെഞ്ചറി സ്ക്രബ്ബറുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഓറിഫിസ് ഇംപിഞ്ച്മെൻറ്റ് സ്ക്രബ്ബറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപ്പിറ്റേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ഇത്രയും മെത്തേഡ്സാണ് നമ്മുടെ പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഹാംഫുൾ ഗ്യാസസ് ആണ്, അല്ലേ? നമ്മുടെ വേസ്റ്റ് ഗ്യാസ് സ്ട്രീം, ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഗ്യാസ് സ്ട്രീമിൽ വരുന്ന നെക്സ്റ്റ് പൊള്യൂട്ടൻ്റ് എന്ന് പറയുന്നത് ഗേഷ്യസ് പൊള്യൂട്ടൻ്റ് ആണ്. അപ്പോൾ പല ടൈപ്പ് ഗേഷ്യസ് പൊള്യൂട്ടൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
Gaseous criteria pollutants as well as volatile organic compounds or VOCs and other gaseous air toxics are controlled by means of three basic techniques: absorption, adsorption, and incineration. These techniques can be employed singly or in combination. They are effective against the major greenhouse gases as well. In addition, a fourth technique known as carbon sequestration is in development as means of controlling carbon dioxide levels. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രീസിൽ വരുന്ന ഫ്ലൂ ഗ്യാസസ് കൺട്രോൾ ചെയ്യാൻ പല മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന 3 മെത്തേഡാണ്: അബ്സോർപ്ഷൻ, 2 അഡ്സോർപ്ഷൻ, 3 ഇൻസിനറേഷൻ. പിന്നെ ഫോർത്ത് മെത്തേഡ് അണ്ടർ ഡെവലപ്മെൻ്റ് ആണ്. അതെന്ന് പറയുന്നത് സെക്വസ്ട്രേഷൻ എന്ന് പറയും. സെക്വസ്ട്രേഷൻ നമ്മൾ ക്ലീൻ കോൾ ടെക്നോളജിയിൽ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ടോപ്പിക്ക് പോയതാണ്. ഓക്കെ, പ്രീവിയസ് മോഡ്യൂളിൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ. അപ്പോൾ ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫസ്റ്റ് മെത്തേഡാണ് അബ്സോർപ്ഷൻ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എയർ പൊല്യൂഷൻ കൺട്രോൾ, അബ്സോർപ്ഷൻ ഇൻവോൾവ്സ് ദി ട്രാൻസ്ഫർ ഓഫ് gaseous pollutant from the air into a contacted liquid such as water. The liquid must be able to either serve as a solvent for the pollutant or to capture it by means of a chemical reaction. Wet scrubbers may be used for gas absorption. Gas absorption can be also carried out in packed scrubbers or towers in which liquid is present on a wetted surface rather than ഡ്രോപ്ലെറ്റ്സ് സസ്പെൻഡഡ് ഇൻ ദി എയർ. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ ആണ്. അപ്പോൾ അബ്സോർപ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്ലൂ ഗ്യാസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഗ്യാസ്, ഇറ്റ് മേ കം ഇൻ ടു കോൺടാക്ട് വിത്ത് എ ലിക്വിഡ് വേർ എ കെമിക്കൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഓർ ഇറ്റ് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദാറ്റ് ലിക്വിഡ്. അതാണ് അബ്സോർപ്ഷൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അബ്സോർപ്ഷൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് വെറ്റ് സ്ക്രബ്ബേഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഇതിനാ പർട്ടിക്കുലേറ്റ് മാറ്ററിനെ ട്രാപ്പ് ചെയ്യാൻ നമുക്ക് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യാം. അതുപോലെ ഗേഷ്യസ് പൊല്യൂട്ടൻസിനെ ട്രാപ്പ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് സ്ക്രബ്ബേഴ്സ് യൂസ് ചെയ്യാം. In general, scrubbers are used at fertilizer production facilities to remove ammonia from the airstream, at glass production plants to remove hydrogen fluoride, at chemical plants to remove water-soluble solvents such as acetone and methyl alcohol. Sulfur dioxide in flue gas from fossil fuel power plants can be controlled by means of an absorption called as flue gas desulfurization, അല്ലെങ്കിൽ FGD എന്ന് പറയും. ഓക്കെ, നമ്മൾ സ്ക്രബ്ബേഴ്സ് എവിടെയാണ് സാധാരണ യൂസ് ചെയ്യുന്നത്? ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിൽ യൂസ് ചെയ്യും, ഗ്ലാസ് പ്രൊഡക്ഷൻ പ്ലാന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യും, കെമിക്കൽ പ്ലാന്റ്സിലും യൂസ് ചെയ്യും. പിന്നെ അതുപോലെ സൾഫർ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അബ്സോർപ്ഷൻ പ്രോസസ്സിനെയാണ് ഫ്ലൂ ഗ്യാസ് ഡീസൾഫറൈസേഷൻ അല്ലെങ്കിൽ FGD എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സൾഫർ ഡയോക്സൈഡ് FGD പ്രോസസ്സ് നടക്കുന്ന ഒരു എക്വിപ്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു വെറ്റ് സ്ക്രബ്ബറിനാണ് കാണിച്ചിരിക്കുന്നത്. നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഫ്ലൂ ഗ്യാസ് കണ്ടെയ്നിങ് സൾഫർ ഡയോക്സൈഡ് നമ്മൾ ബോട്ടം പാർട്ടിൽ കൂടെ നമ്മൾ കടത്തിവിടും. എന്നിട്ട് അവിടെ നമ്മുടെ വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്യും നോസിൽസ് വഴി. അതുവഴി എന്ത് ചെയ്യും? നമ്മൾ സൾഫർ ഡയോക്സൈഡ് ട്രാപ്പ് ചെയ്യും. എന്നിട്ട് മേളിൽ കൂടെ ക്ലീൻ ഫ്ലൂ ഗ്യാസ് പോകും. ഓക്കെ, ഇവിടെ നമ്മൾ സൾഫർ ഡയോക്സൈഡിന് യൂസ് ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ സ്ലറിയാണ് യൂസ് ചെയ്യുന്നത്. ലൈം സ്റ്റോൺ സ്ലറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈം സ്റ്റോണിലുള്ള കമ്പോണൻറ്റും സൾഫർ ഡയോക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്സോർപ്ഷനാണ്. ഗ്യാസ് adsorption as contracted with absorption is a surface phenomenon. The gas molecules are sorbed or attracted and held on the surface of a solid. Gas adsorption methods are used for odor control at various types of chemical manufacturing and food processing facilities, in the recovery of a number of volatile solvents, and in the control of VOCs at industrial facilities. Absorption എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഗ്യാസ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് എ ലിക്വിഡ് സർഫസ്. പക്ഷേ അഡ്സോർപ്ഷൻ്റെ കേസിൽ നമ്മുടെ ഗ്യാസ് വിൽ കം ഇൻ ടു കോൺടാക്ട് ഇൻ ടു ദി സർഫസ് ഓഫ് എ സോളിഡ്. അതുകൊണ്ടാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കോൺടാക്റ്റ് വരുന്നത് ലിക്വിഡ് സർഫസിലാണെങ്കിൽ അഡ്സോർപ്ഷനിൽ വരുന്നത് കോൺടാക്ട് സർഫസ് എന്ന് പറയുന്നത് സോളിഡ് ആയിരിക്കും. Therefore, the gas adsorption methods are used for odor control at various types of chemical manufacturing and food processing materials. Adsorption എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്ന കെമിക്കൽ മാനുഫാക്ചറിങ്, ഫുഡ് പ്രോസസ്സിംഗ് ഫെസിലിറ്റീസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസിനറേഷൻ ആണ്. ദ പ്രോസസ് കോൾഡ് ഇൻസിനറേഷൻ ഓർ കമ്പഷൻ, കെമിക്കലി, rapid oxidation,
can be used to convert VOCs and other gaseous hydrocarbon pollutants to carbon dioxide and water. Incineration of VOCs and hydrocarbon fumes usually is accomplished in a special incinerator called an afterburner. A process called direct flame incineration can be used when the waste gas is itself a combustible mixture and does not need the addition of air or fuel. ഇൻസിനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റ് ഗ്യാസ് എന്ന് പറയുന്നത് അതിനകത്ത് VOCs ആണ്, ഓക്കെ, അല്ലെങ്കിൽ കമ്പസ്റ്റബിൾ ആയിട്ടുള്ള പൊളൂട്ടൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നെങ്കിൽ റാപ്പിഡ് ഓക്സിഡേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ കമ്പഷൻ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ബേണർ എന്ന് പറയുന്നൊരു ഡിവൈസ് വെച്ച് നമ്മൾ ഒന്നും കൂടെ ആ ഗ്യാസിനെ ഒന്ന് കത്തിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ VOCസും ഹൈഡ്രോകാർബൺ ഫ്യൂംസും എല്ലാം അതിനകത്ത് ഓക്സിഡൈസ് ആവും. A process called direct flame incineration can also be used when the waste gas is itself a combustible mixture. Okay, ഡയറക്റ്റ് ഫ്ലെയിം ഇൻസിനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വെച്ച് നമുക്ക് വേസ്റ്റ് ഗ്യാസിനെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് ഈസ് എ കമ്പസ്റ്റിബിൾ. ഓക്കെ, വേസ്റ്റ് ഗ്യാസ് കമ്പസ്റ്റിബിൾ ആണെങ്കിൽ മാത്രം എന്താ ഡയറക്റ്റ് ഫ്ലെയിം ഇൻസിനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യും. ലാസ്റ്റ് എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഫോർത്ത് ടെക്നിക്ക് എന്ന് പറയുന്നതാണ് കാർബൺ sequestration. Carbon sequestration involves the long-term storage of carbon dioxide underground as well as on the surface of the earth in forests and oceans. Storing carbon dioxide underground, a technology under development that is also called geosequestration or carbon capture and storage, will involve pumping the gas directly into the underground geologic reservoir layers. This would require the separation of carbon dioxide from the power plant flue gases, which is costly. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്നത്. കാർബൺ ഡയോക്സൈഡ് നമ്മൾ തിരിച്ച് അണ്ടർഗ്രൗണ്ടിലോട്ട് ലിക്വിഫൈ ചെയ്ത് വിടുന്നതിനാണ് എന്താ കാർബൺ സെക്വസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ വേസ്റ്റ് ഫ്ലോ സ്ട്രീമിൽ നിന്ന് അല്ലെങ്കിൽ ഗ്യാസ് സ്ട്രീമിൽ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്യണം. കാർബൺ ഡയോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു കോസ്റ്റ്ലി പ്രോസസ്സാണ്. ആ കാർബൺ ഡയോക്സൈഡിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ കാർബൺ ഡയോക്സൈഡിനെ ലിക്വിഫൈ ചെയ്ത് എന്ത് ചെയ്യും, വി വിൽ ഇൻജെക്റ്റ് ഇൻ ടു ദി അണ്ടർ ദി സർഫസ് ഓഫ് ദി എർത്ത് ഇൻ ഫോറസ്റ്റ്, ഇൻ ഓഷ്യൻസ്, ഓക്കെ, ഓർ ഇൻ അണ്ടർഗ്രൗണ്ട്. മിക്കവാറും നമ്മുടെ ഈ എംറ്റി ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ ലെയേഴ്സ്, അതായത് ക്രൂഡ് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷം അവിടെ എംറ്റി ആവും. ആ ഭാഗത്താണ് സാധാരണ കാർബൺ ഡയോക്സൈഡിനെ ഇൻജെക്റ്റ് ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് ജിയോളജിക്കൽ റിസർവോയർ ലെയേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ സെക്കൻഡ് പാർട്ട് ഓഫ് മോഡ്യൂൾ 6 അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും വീഡിയോസ് ഇടുന്നുണ്ട്. ഓക്കെ, ആൻഡ് പ്രസ് ദി ബെൽ ഐക്കൺ. താങ്ക് യു വെരി മച്ച്.